സ്റ്റുഡൻസ് വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ടൈം വാല്യൂ ഓഫ് മണി റിസൾട്ട്സ് ഫ്രം ദ കോൺസെപ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ആ ഒരു ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ആ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ശരിക്കും ടൈം വാല്യൂ ഓഫ് മണി എന്നുള്ള ഒരു ടോപ്പിക് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്താണ് ഇൻട്രസ്റ്റ് എന്നുള്ളതിന്റെ മീനിങ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. വെൻ മണി ഈസ് ബോറോഡ്, നമ്മൾ പൈസ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കടം വാങ്ങിയ വ്യക്തി എപ്പോഴും പീരിയോഡിക്കലായിട്ട് ഒരു ഫീ, അത് ആരാണോ നൽകിയത് അവർക്ക് കൊടുക്കേണ്ടതാണ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ആ ഫീസിനെയാണ് എന്ത് പറയുന്നത്? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാം, കടം വാങ്ങിയ പൈസയ്ക്ക് കൊടുക്കുന്ന ചാർജിനെയാണ് ഇൻട്രസ്റ്റ് എന്നും പറയാം. ഇറ്റ് ഈസ് യൂഷ്വലി സ്റ്റേറ്റഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് ബോറോഡ് ഓവർ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. സാധാരണ നമുക്ക് ഈ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്? നമ്മൾ എത്ര എമൗണ്ട് ആണോ കടം വാങ്ങിയത് അതിന്റെ ഒരു നിശ്ചിത ശതമാനം, ഒരു പെർസെൻറ്റേജ് അവർ പറയും, അതിന്റെ 10%, 5% എന്ന് പറയും. അപ്പോൾ ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ നമ്മൾ ബോറോ ചെയ്തിരിക്കുന്ന എമൗണ്ടിന്റെ ഒരു നിശ്ചിത ശതമാനത്തിനെയാണ് നമ്മൾ എന്താ പറയുക? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ആ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റും ആവാം, കോമ്പൗണ്ട് ആയിട്ടുള്ള ഇൻട്രസ്റ്റും ആയിരിക്കാം. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലെ കാൽക്കുലേഷൻസ് നോട്ട് ചെയ്യുക. ഒന്ന് സിമ്പിൾ ഇൻട്രസ്റ്റ്. എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഇത് നമുക്ക് ഏൺ ചെയ്യുന്നതോ അല്ലെങ്കിൽ കൊടുക്കുന്നതോ എപ്പോൾ മാത്രമായിരിക്കും? ഓൺലി ഓൺ ദ പ്രിൻസിപ്പൽ എമൗണ്ട്. നമ്മൾ എത്ര രൂപയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര രൂപയാണോ ബോറോ ചെയ്തത് ആ ഒരൊറ്റ എമൗണ്ടിന്റെ മുകളിൽ ചാർജ് ചെയ്യുന്ന ആ ഒരു എമൗണ്ടിനെയാണ് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രിൻസിപ്പൽ ഫോർ ഈച്ച് പീരീഡ്. എല്ലാ വർഷവും നമ്മൾ ഇപ്പോൾ 1,00,000 രൂപ നമ്മൾ കടം വാങ്ങിയാൽ എല്ലാ വർഷവും ഒരു 10% ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. അത് ഒരിക്കലും വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കില്ല. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് I ഈക്വൽ ടു PRN. ഇതെല്ലാം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ഇൻട്രസ്റ്റ്, അതായത് I എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് കാണുന്ന ഇക്വേഷൻ P പ്രിൻസിപ്പൽ എമൗണ്ട്, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, N നമ്പർ ഓഫ് ഇയേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആവും. എ സ്റ്റുഡൻറ് പർച്ചേസസ് എ കമ്പ്യൂട്ടർ ബൈ ഒബ്റ്റെയിനിങ് എ ലോൺ ഓൺ സിമ്പിൾ ഇൻട്രസ്റ്റ്. ഒരു സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരം ഒരു ലോണ് ഒരു സ്റ്റുഡൻറ് എടുത്തിരിക്കുകയാണ്. കമ്പ്യൂട്ടറിന്റെ വില 50,000 ആണ്. അതിന്റെ ലോൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 12% ആണ്. അത് റീപേ ചെയ്യേണ്ടത് 2 ഇയേഴ്സിലാണ്. ഇഫ് ദ ലോൺ ഈസ് ടു ബി റീപേഡ് ആഫ്റ്റർ 2 ഇയേഴ്സ്, 2 വർഷത്തിനുള്ളത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എമൗണ്ട് ഓഫ് ടോട്ടൽ ഇൻട്രസ്റ്റ് ടു ബി പെയ്ഡ്, എത്ര രൂപ ഈ 2 വർഷം കൊണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ എമൗണ്ട് ടു ബി പെയ്ഡ് ആഫ്റ്റർ 2 ഇയേഴ്സ്, 2 വർഷത്തിന് ശേഷം എത്ര എമൗണ്ട് ഇൻട്രസ്റ്റ് കൊടുക്കണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ I ഈക്വൽ ടു PRN ആണ് ഇക്വേഷൻ. ഇവിടെ P എന്ന് പറയുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് 50,000. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 2 ഇയേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 12,000 ആണ് നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ടോട്ടൽ എമൗണ്ട് ടു ബി റീപെയ്ഡ് ആഫ്റ്റർ 2 ഇയേഴ്സ്, 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ അടച്ചാലാണ് ഈ ലോൺ ക്ലോസ് ആവുക? അതായത് നമ്മൾ വാങ്ങിയ ഈ 50,000 അടയ്ക്കണം, പ്ലസ് നമുക്ക് എന്തും കൂടി അടയ്ക്കണം, ഈ ഒരു 12,000 കൂടി അടയ്ക്കുമ്പോൾ മാത്രമേ, അതായത് 62,000 അടച്ചാൽ മാത്രമേ നമ്മുടെ ലോൺ ക്ലോസ് ആവുള്ളൂ. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റിൽ 2 കാൽക്കുലേഷൻ വന്നു. എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാണുന്നതെന്ന് കണ്ടു. അതേപോലെ തന്നെ 2 വർഷം കഴിഞ്ഞ് ലോൺ ക്ലോസ് ചെയ്യണമെങ്കിൽ എത്ര രൂപ നമ്മൾ മൊത്തത്തിൽ കൊടുക്കണം? വാങ്ങിയ പൈസയും ഒപ്പം അതിന് 2 വർഷത്തെ ഇൻട്രസ്റ്റും. അപ്പോൾ ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ അടുത്തൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇതിൽ മിസ്റ്റർ രാജു ഇൻവെസ്റ്റ് ₹10,000 ഇൻ എ നാഷണലൈസ്ഡ് ബാങ്ക്, 10% സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ ആഫ്റ്റർ 5 ഇയേഴ്സ്, 5 വർഷം കഴിഞ്ഞ് രാജുവിന് എത്ര രൂപ കിട്ടുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റഡ് എമൗണ്ട് 10,000, ദാറ്റ് ഇസ് പ്രിൻസിപ്പൽ എമൗണ്ട്, റേറ്റ് 10%, 5 വർഷ കാലയളവാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ? I ഈക്വൽ ടു PRN. അപ്പം 3 കൂടി ഇൻറ്റു ചെയ്യുക. 10% പറയുമ്പം 0.10 ഇൻറ്റു ചെയ്യുമ്പോൾ 5,000 കിട്ടും. 5 വർഷം കഴിഞ്ഞാൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്? 5,000. അപ്പോൾ 5 വർഷം കഴിയുമ്പോൾ നമുക്ക് ആകെ കിട്ടുന്ന തുക എത്രയാണ്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 10,000 പ്ലസ് ഈ ഒരു 5,000 കൂടി 15,000 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. ഇത്രയേ ഉള്ളൂ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റിനെയാണ് എന്ത് പറയുന്നത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ പ്രത്യേകത, നമുക്ക് ഒരിക്കൽ ഒരു പൈസ വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്താൽ ഒരു ലംസം എമൗണ്ടിന്റെ മുകളിലാണ് എപ്പോഴും ഇൻട്രസ്റ്റ് കാണുന്നത്. നോ ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നില്ല. എന്നാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ പ്രിൻസിപ്പൽ എമൗണ്ട് ആസ് വെൽ ആസ് ഓൺ ദ ഇൻട്രസ്റ്റ് ഓൾറെഡി ആഡഡ് ടു ദ പ്രിൻസിപ്പൽ എമൗണ്ട്.
അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ 5000 ഇത്ര 5 വർഷത്തേക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം എത്രയായിരിക്കും? 1000 രൂപയായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നെക്സ്റ്റ് ഇയറിലേക്ക്, അപ്പോൾ ആദ്യത്തെ വർഷം നമ്മൾ 10,000 നിക്ഷേപിച്ചു. ആ വർഷം അവസാനം 1000 രൂപ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ടോട്ടൽ 11,000 കിട്ടും. ആ 11,000ന്റെ മുകളിലാണ് അടുത്ത വർഷത്തെ ഇൻട്രസ്റ്റ് കാണുക. അല്ലാണ്ട് 10,000ന്റെ മുകളിലല്ല. ആ ഒരു സിസ്റ്റം ആണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഓരോ വർഷവും നമ്മൾ അടയ്ക്കുന്ന തുകയും അതിൻ്റെ ഇൻട്രസ്റ്റും കൂടുന്ന തുകയ്ക്കാണ്. അത് രണ്ടും കൂടി കൂട്ടിയ തുകയുടെ മുകളിലാണ് വീണ്ടും നെക്സ്റ്റ് ഇയറിൽ ഇൻട്രസ്റ്റ് കാണുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ബോത്ത് ദ പ്രിൻസിപ്പൽ ആൻഡ് ദ അക്രൂഡ് ഇൻട്രസ്റ്റ്. നമുക്ക് ഇൻട്രസ്റ്റും കൂടി എത്രയാണോ കൂടി കിട്ടുന്നത് അതും കൂടി കൂട്ടിയതിൻ്റെ എമൗണ്ടിൻ്റെ മുകളിലായിരിക്കും നമ്മൾ എന്ത് കാണാം? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാം. ഇനി അതിൽ ആനുവൽ കോമ്പൗണ്ടിങ് വരുന്നുണ്ട്. ആനുവൽ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് എപ്പോഴും ഒരു വർഷത്തിൽ ഒരു തവണയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ക്യാഷ് ഫ്ലോ ഇറ്റ് ഈസ് കോൾഡ് ആനുവൽ കോമ്പൗണ്ടിങ്. ഒരു വർഷത്തിൽ മാത്രമാണ് ക്യാഷ് ഫ്ലോ അവിടെ കാണിക്കുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു ബാങ്ക് 12% ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുന്നത്. ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് 10,000 നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിൽ തന്നെ ക്രെഡിറ്റ് ആവണം. നമ്മൾ വാങ്ങുന്നൊന്നുമില്ല, നമ്മുടെ അക്കൗണ്ടിൽ തന്നെ അതിങ്ങനെ ആഡ് ചെയ്ത് പോകും. അപ്പോൾ എത്ര എമൗണ്ട് ആണ് ആ ഒരു വ്യക്തിക്ക് തേർഡ് ഇയർ കഴിയുമ്പോൾ കിട്ടുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ആദ്യം നമ്മൾ പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ഇയറിൽ 10,000 ഡെപ്പോസിറ്റ് ചെയ്യും. ആ വർഷം നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്ര? 12% ആണ്. അപ്പോൾ 10,000ന്റെ 12% പറയുമ്പോൾ 1,200 രൂപ ഇൻട്രസ്റ്റും കിട്ടി. ഇപ്പം നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യം എത്രയായി? ഈ 10 അടച്ചതുകൊണ്ട് 1,200 നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയതുകൊണ്ട്. അപ്പോൾ ടോട്ടൽ 11,200 ആണ് ഒന്നാം വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി രണ്ടാം വർഷത്തിന്റെ തുടക്കത്തിൽ അപ്പം നമ്മുടെ കയ്യിൽ എത്ര രൂപ ഉണ്ട്? ഈ 11,200 ആണ് ഉള്ളത്. ആ 11,200ന്റെ 12% ആണ് ഇവിടെ ഇൻട്രസ്റ്റ് ആയിട്ട് കാണുക. അപ്പോൾ 1,344 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാം വർഷം അവസാനിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട്? ഈ ഒരു എമൗണ്ട് പ്ലസ് ഈ ഒരു എമൗണ്ട് ആയിരിക്കും. ദാറ്റ് ഇസ് 12,544. ഇനി അടുത്തത് 3 വർഷം കഴിയുമ്പോൾ എത്രയാണെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ മൂന്നാം വർഷത്തിന്റെ തുടക്കത്തിൽ നമ്മുടെ കയ്യിൽ ഈ ഒരു എമൗണ്ട് ഉണ്ടാവുകയും വീണ്ടും അതിൻ്റെ 12% പറഞ്ഞാൽ 1,505 ആണ്. അപ്പോൾ ആ വർഷം എൻഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? മൂന്നാം വർഷം അവസാനിക്കുമ്പോൾ 14,049. ഈ ഒരു ഇൻട്രസ്റ്റും കൂടി കൂട്ടിയത്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായൊരു കാര്യം എന്താ? നമ്മൾ 10,000ന്റെ മുകളിലല്ല 3 വർഷം ഇൻട്രസ്റ്റ് കൊടുത്തത്. ഓരോ വർഷം ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോഴും ഓരോ വർഷത്തിലും എത്ര ഇൻട്രസ്റ്റ് ആണോ അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് അതും കൂടി കൂട്ടിയതിന് ശേഷമുള്ള തുകയ്ക്കാണ് വീണ്ടും വീണ്ടും നമ്മൾ ഇൻട്രസ്റ്റ് കാണുന്നത്. അപ്പോൾ ഇതിനെയാണ് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ ഇങ്ങനെ ഇത്രയും തവണ ചെയ്യുന്നതിന് പകരം ഒറ്റ തവണയിൽ ചെയ്യാൻ പറ്റും. ആ ഇക്വേഷനാണ് ഇവിടെ ഫ്യൂച്ചർ വാല്യൂ കാണുന്നത്. അതായത് P × 1 + R⁻n എന്നുള്ള ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ ഇങ്ങനെ 3 തവണ ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നോക്കൂ, P × 1 + R⁻n. P എന്ന് പറയുന്ന 10,000, 1 + R എന്ന് പറയുന്ന 12%, 3 വർഷത്തേക്കാണ് കാണേണ്ടത്. അപ്പോൾ 1.12 × 1.12 × 1.12 എത്രയാണെന്നുള്ളത് നോക്കുക. അതിനെ നമ്മൾ 10,000 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 14,049. നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്തപ്പോഴും ഇതേ എമൗണ്ട് കിട്ടി ഈ ഒരു മെത്തേഡിൽ. പക്ഷെ എന്താണ്, നമുക്ക് ഇത്രയും സ്റ്റെപ്സ് ഒഴിവാക്കാം, ടൈം സേവ് ചെയ്യാം. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ കാണാൻ വേണ്ടിയിട്ട്, ഫ്യൂച്ചർ വാല്യൂ കാണാൻ വേണ്ടിയിട്ടും ഈ ഒരു മെത്തേഡ് നമുക്ക് ഇങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, ഈ ഒരു ഇക്വേഷനും കൂടിയിട്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേഷൻ ക്യാൻ ബി ഫർദർ സിംപ്ലിഫൈഡ്. ഇനി ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. ആനുവിറ്റി ടേബിൾ, നമ്മൾ ടേബിൾ 3 ആണ് ആനുവിറ്റി ടേബിൾ എന്ന് പറയുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്നാമത്തെ വർഷത്തിൽ 12% എത്ര നോക്കിയാൽ മതി. അപ്പോൾ 1.405 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിനെ 10,000 കൊണ്ട് ഇൻറ്റു ചെയ്താൽ വീണ്ടും ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മൾ ആനുവിറ്റി ടേബിൾ എടുക്കുക. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ആനുവിറ്റി ടേബിൾ 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ടേബിൾ 3ൽ നമ്മൾ എന്താ നോക്കേണ്ടത്? 3 വർഷം കഴിയുമ്പം ഈ ഒരു ഇൻട്രസ്റ്റിൽ ടേബിൾ 3ൽ നമ്മൾ നോക്കാം 12%. 3യുടെ നേരെ പോയിട്ട് 12% നോക്കുക. ഏറ്റവും അവസാനമുള്ളതാണ് അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ ശ്രദ്ധിക്കുക, മൂന്നാമത്തെ വർഷത്തിൽ ഏറ്റവും അവസാനം 1.405. കാരണം 12% ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കിവിടെ ഡയറക്റ്റേ കിട്ടി. ഇതിനെ 10,000 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആ ഉത്തരത്തിലേക്കും പോകാം. അപ്പോൾ 3 തരത്തിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് പറയേണ്ടത്. ഇനി നമുക്ക്
കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് ആണെങ്കിൽ കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് ഉണ്ട്. ഇനി തുടർച്ചയായിട്ട് വെൻ ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് മോർ ദാൻ വൺസ് ഇൻ എ ഇയർ, ഇനി ഒരു വർഷത്തിൽ തന്നെ ഒരു തവണയ്ക്ക് പകരമായിട്ട് ചിലപ്പോൾ 6 മാസം കൂടുമ്പോൾ, 3 മാസം കൂടുമ്പോൾ, മാസം, ഈവൻ ഓരോ ദിവസവും പോലും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിനെയാണ് പറയുന്ന പേര് കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞതൊക്കെ വർഷത്തിൽ ഒരു തവണ ഇൻട്രസ്റ്റ് കാണുന്ന രീതിയായിരുന്നു. അതാണ് സിംഗിൾ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ആനുവൽ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാ ദിവസത്തിനും പലിശ ഈടാക്കും, അല്ലെങ്കിൽ എല്ലാ 3 മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ, ഓരോ മാസത്തിലൊക്കെ ആ രീതിയാണ് കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് പഠിക്കാനുള്ള സെമി ആനുവൽ കോമ്പൗണ്ടിങ്. അപ്പോൾ ഇങ്ങനെ 3 തരം പറഞ്ഞല്ലോ. ഒന്ന് 6 മാസം കൂടുമ്പോൾ, 4 മാസം കൂടുമ്പോൾ, അല്ല 3 മാസം കൂടുമ്പോൾ, പിന്നെ ഈവൻ ഡെയിലി ആയിട്ട്, മന്ത്ലി ആയിട്ട് എങ്ങനെയാണെന്നുള്ളതാണ് നോക്കാൻ പോണം. ആദ്യത്തെ കേസ് 6 മാസം കൂടുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ വർഷത്തിൽ നമ്മൾ 2 തവണ ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. ഇഫ് ദ ഇൻട്രസ്റ്റ് ഈസ് ചാർജ്ഡ് ഓർ കാൽക്കുലേറ്റഡ് ട്വൈസ് എ ഇയർ, ഒരു വർഷത്തിൽ 2 തവണ ചെയ്യുക. അതായത് 6 മാസം കൂടുമ്പോൾ പറയുമ്പോൾ എത്ര 2 തവണ ചെയ്യേണ്ടി വരും. ഇതിനെ സെമി ആനുവൽ കോമ്പൗണ്ടിങ് എന്നാണ് പറയുന്നത്. ഇവിടെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ഓരോ 6 മാസത്തിലും ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. എഫ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് 4/m ഇൻറ്റു n ഹോൾ ഡിവൈഡഡ് ബൈ ഹോൾ റേസ് ടു NM എന്നാണ് പറയുന്നത്. പി എന്ന് പറയുന്നത് നമുക്കറിയാലോ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. 1 എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ നമ്മൾ പറയുന്ന 4/m. അതിൽ ഈ m എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടൈംസ് കോമ്പൗണ്ടിങ് ഈസ് ഡൺ ഡ്യൂറിങ് ദ ഇയർ, ഒരു വർഷത്തിൽ എത്ര തവണ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇൻ ദിസ് കേസ് m ഈക്വൽ ടു 2. ഹാഫ് ഇയർലി ആകുമ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം ചെയ്യും? ഒരു വർഷത്തിൽ 2 തവണ കൊടുക്കും. ദാറ്റ് ഈസ് കോമ്പൗണ്ടിങ് ഈസ് ഡൺ 2 ടൈംസ് ഡ്യൂറിങ് എ ഇയർ. അതാണ് നോക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ്റെ ബേസിൽ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ അതിൽ പറയുന്നത് പ്രീവിയസ് എക്സാമ്പിൾ തന്നെയാണ് അവർ എടുത്തിരിക്കുന്നത്. പ്രീവിയസ് എക്സാമ്പിൾ പ്രിൻസിപ്പൽ എമൗണ്ട് 10,000ഉം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇതും 3 വർഷത്തേക്കാണ് വരുന്നത്. അപ്പോൾ m ഈക്വൽ ടു ഇവിടെ എന്ത് വരും? ഒരു വർഷത്തിൽ 2 തവണ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? 10,000 ഇൻറ്റു 1 പ്ലസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 0.12 ഡിവൈഡഡ് ബൈ m എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടൈംസ് 2 തവണ ഇൻറ്റു ഇവിടെ എത്ര വർഷത്തേക്കാണ്? 3 വർഷത്തേക്ക്. അങ്ങനെ ഒരു പ്രാവശ്യം എത്ര ചെയ്യും? 2 തവണ ചെയ്യും. അപ്പോൾ 3 ഇൻറ്റു 2. ഇവിടെ കൃത്യമായിട്ട് ഒന്നുകൂടി പറയാം. 10,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, 1 കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 12% ആണ്. ഇനി m എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സെമി ആനുവലി എന്ന് പറയുമ്പോൾ വർഷത്തിൽ 2 തവണ, അതാണ് ബൈ 2 എന്നുള്ളത്. മുകളിൽ എത്ര വർഷത്തേക്കാണ്? 3 വർഷത്തേക്ക് ഇൻറ്റു എത്ര തവണ ചെയ്യുന്നുണ്ട്? 2 തവണ. ഇനി ഇതിനെ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ 10,000 ഇൻറ്റു 1.06നെ നമ്മളപ്പോൾ 3 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എത്ര വരും? 6 വരും അല്ലേ? 6 തവണ ഇൻറ്റു ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ എത്ര വരും? 10,000 ഇൻറ്റു 1.419 എന്ന് വരും. അത് ഇൻറ്റു ചെയ്യുമ്പോൾ 14,190 എന്ന് വരും. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ടുഡേയ്സ് 10,000, ഇന്ന് നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു 10,000 3 വർഷം കഴിയുമ്പോൾ എത്ര രൂപയിൽ നമുക്ക് കിട്ടും? 14,190 ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിനെ ഒന്നുകൂടി നമുക്ക് ടേബിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യാം. നമുക്കറിയാലോ ആനുവിറ്റി ഫാക്ടർ നോക്കിയാൽ മതി. ആനുവിറ്റി ടേബിൾ 3 ആണ്. അപ്പോൾ 6% എഗെയിൻസ്റ്റ് 6 ഇയർ ഈസ് 1.419. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇവിടെ 6% എത്രയാണ് വരുന്നത്? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ 12 എന്നുള്ളത് എന്താണ്? 12%. അപ്പോൾ അത് വർഷത്തിൽ 2 തവണ കൊടുക്കുമ്പോൾ ഇവിടെ എഴുതേണ്ടത് എന്താണ്? പകുതിയാണ് കൊടുക്കുക. വർഷത്തിൽ 12 ആണെങ്കിൽ 6 മാസം ആവുമ്പോൾ എത്രയേ കൊടുക്കുള്ളൂ? അതിൻ്റെ പകുതിയെ കൊടുക്കുള്ളൂ. അപ്പോൾ 6% ഇൻട്രസ്റ്റ്. അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് ആനുവൽ ടേബിൾ നോക്കുകയാണെങ്കിൽ, ആനുവിറ്റി ടേബിൾ നോക്കുകയാണെങ്കിൽ 6ൻ്റെ നേരെ 6% നേരെ 6ാമത്തെ വർഷം നോക്കിയാൽ മതിയാവും. ഓക്കെ. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് ഇൻറ്റു ചെയ്താലും അപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ അവിടെ നമുക്ക് ഒഴിവാക്കി എടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് വരണ്ട. 12% ഇൻട്രസ്റ്റ്, പക്ഷെ നമ്മൾ സെമി ആനുവലി ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം വർഷത്തിൽ 2 തവണ. അപ്പോൾ വർഷത്തിൽ 2 തവണ കൊടുക്കുമ്പോഴും 12% അല്ല കൊടുക്കുക, അതിൻ്റെയും പകുതിയാണ് കൊടുക്കുക. 12 ഒരു വർഷത്തേക്കുള്ളതാണ്. അപ്പോൾ അതിന് 2 തവണ കൊടുക്കുമ്പം ഇതിനെ ഡിവൈഡ് ചെയ്യണം. 6 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 6%-ന് 6 വർഷത്തേക്ക് എന്നുള്ള പോലെ നമ്മളിവിടെ കണക്കാക്കുക. ഓക്കെ. ഈ 6 വർഷം വന്നതും കൺഫ്യൂഷൻ വേണ്ട. നമ്മുടെ ക്വസ്റ്റ്യൻ 3 വർഷത്തേക്കാണ്.
ഒരു വർഷത്തിൽ തന്നെ 2 തവണ ചെയ്യും. അപ്പം 3 വർഷം പറയുമ്പോൾ എത്രയായി? 6 തവണ. അപ്പോൾ 6 ഇയേഴ്സ് എന്നുള്ള ആ ഒരു മീനിങ്ങിലാണ് അവിടെ കാണുന്നത്. ഇനി ക്വാർട്ടർലി നമ്മൾ കോമ്പൗണ്ട് ചെയ്യുമ്പോൾ ഇക്വേഷനൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? 4 തവണയാണ്. ക്വാർട്ടർ എന്ന് പറയുമ്പോൾ എത്ര തവണയാണ് ഒരു മാസത്തിൽ? ഒരു വർഷത്തിൽ വരുമ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഒരു ക്വാർട്ടർ, ഏപ്രിൽ, മെയ്, ജൂൺ വേറൊരു ക്വാർട്ടർ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വേറൊന്ന്, ഒക്ടോബർ, നവംബർ, ഡിസംബർ, അങ്ങനെ 3 മാസം കണക്കാക്കിയിട്ട് ഒരു വർഷത്തിൽ ചെയ്യുകയാണെന്ന് വെച്ചാൽ 4 തവണ നമ്മൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ ഇക്വേഷൻ സെയിം തന്നെയാണ്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് 4 തവണ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് എത്രയാണോ ഉള്ളത് അതിനെ ബൈ 4 ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു തവണ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 3 ആയിരിക്കും. ബാക്കിയൊക്കെ സെയിം തന്നെ. കാലയളവ് 3 വർഷം. അങ്ങനെ ഒരു വർഷത്തിൽ 4 തവണ ചെയ്യണത്, അതാണ് 3 × 4. അപ്പോൾ 12 ഇവിടെ വരും. ഇക്വേഷനൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ എങ്ങനെ ചെയ്യുന്നു? ഇവിടെ ക്വാർട്ടർലി ആകുമ്പോൾ 4 ആണ്. അപ്പോൾ ഇൻട്രസ്റ്റിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ മോളിലും അങ്ങനെ 4 എന്നാണ് കാണിക്കേണ്ടത്. എം എന്നുള്ളവിടെയൊക്കെ എത്ര തവണ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു മോഡലിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 14,258 വരിക. അതായത് ഇവിടെ നമുക്ക് 190 വന്നത്, ഇവിടെ 88. ആ വ്യത്യാസമേ വരുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ആന്വിറ്റി ടേബിൾ യൂസ് ചെയ്യുമ്പോൾ ഏതേ നോക്കണ്ടുള്ളൂ? 3% നമുക്ക് എത്ര വർഷമാണ് അവിടെ നോക്കുന്നത്? 12 വർഷം. എങ്ങനെ 12 വർഷം? നമ്മുടെ ക്വസ്റ്റ്യൻ 3 വർഷമേ ഉള്ളൂ. ഒരു വർഷത്തിൽ തന്നെ 4 തവണ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 വർഷം കൊണ്ട് എത്ര തവണ പോയിട്ടുണ്ടാവും? 12. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് 3% 12 എത്രയാണ്? 12ാമത്തെ വർഷം എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ എമൗണ്ട് കിട്ടും. ഈ എമൗണ്ട് കിട്ടിയാൽ പിന്നെ ഡയറക്റ്റായിട്ട് ഇൻറ്റു ചെയ്യാൻ മാത്രമേ അവിടെ ആവശ്യം വരുന്നുള്ളൂ. അപ്പം നമ്മൾ സെമി ആനുവലിയും കഴിഞ്ഞു, ക്വാർട്ടർലിയും കഴിഞ്ഞു. ഈ മന്ത്ലി ആണ് നമ്മൾ കോമ്പൗണ്ട് ചെയ്യുന്നത്. എല്ലാ മാസവും നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താ ചെയ്യണത്? എം എന്ന് പറയുന്നത് എന്താ? ഒരു വർഷത്തിൽ എത്ര തവണ കൊടുക്കുന്നുണ്ട്? 12 തവണ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ഇക്വേഷൻ തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇതേ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പം നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഇവിടെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 12 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത്, 12 തവണകളും വരുന്നത്. അപ്പോൾ നമുക്ക് 1 വരുന്നത്. ഓക്കെ, അപ്പോൾ 1 ഇവിടെ 3 വർഷത്തേക്കാണ്. ഒരു വർഷത്തിൽ തന്നെ 12 തവണ ചെയ്യുമ്പോൾ 3 വർഷത്തിൽ എത്ര തവണ? 36 എന്ന് വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 3 × 12 36. അപ്പോൾ ഈ എമൗണ്ടിനെ അത്രയും തവണ ഇൻറ്റു ചെയ്യുമ്പോൾ 15,364 കിട്ടുക. ഇനി ഇതിനെ നമ്മൾ ടേബിൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് നോക്കിയാൽ മതി? 1ന് നേരെ എത്ര ശതമാനമാണ്? 1% നമ്മൾ 36 നേരെ നോക്കിക്കഴിഞ്ഞാൽ ഈ എമൗണ്ട് അവിടെ കിട്ടും. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും കോമ്പൗണ്ടിങ്ങിൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തത് ഇൻട്രസ്റ്റിനെ കുറിച്ചാണ്. സിമ്പിൾ ഇൻട്രസ്റ്റും ഉണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഉണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരം നമുക്ക് എത്ര വർഷത്തേക്കാണെങ്കിലും ഇൻട്രസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യാം. അവസാനം കഴിഞ്ഞ് വരുമ്പോൾ എത്ര രൂപ നമുക്ക് കിട്ടുന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ പറഞ്ഞാൽ ഓരോ വർഷവും കൊടുക്കുന്ന ഇൻട്രസ്റ്റും കൂടി കൂട്ടിയിട്ടായിരിക്കും അടുത്ത വർഷം ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടാവുക. അതിനാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അത് തന്നെ 4 തരത്തിൽ ചെയ്യും. വർഷ അവസാനം മാത്രമുള്ളതുണ്ട്, അതേപോലെ 3 മാസം കൂടുമ്പോഴുണ്ട്, 6 മാസം കൂടുമ്പോഴുണ്ട്, എല്ലാ മാസവും കൊടുക്കുന്ന തരത്തിലും ഉണ്ട്. അപ്പോൾ എങ്ങനെ കൊടുത്താലും വിഷയമില്ല, നമ്മുടെ ഇക്വേഷൻ എന്താണ്? സെയിം ആണ്. കോമ്പൗണ്ടിങ്ങിൻ്റെ ഇക്വേഷൻ എപ്പോഴും സെയിം ആണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും. ഇവിടെ 4 എന്നല്ല, ഇവിടെ 6 എന്നാണ് കേട്ടോ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. 6 എന്നാണ് ആക്കി മാറ്റേണ്ടത്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ എഴുതുക. ബൈ എം എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ എത്ര തവണ എന്നുള്ളത് നോക്കുക. ഇവിടെ എത്ര വർഷത്തേക്കാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നോക്കുക. അത് ഇൻറ്റു ആ തവണ എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ 4 മെത്തേഡ് കിട്ടിയാലും അവിടെ ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്